Good morning students. Welcome to Political Science class 6. Today I am going to study a new lesson, Rural Administration. Now we are going to discuss the following topics: a quarrel in the village, area of the police station, the work at the police station, maintenance of land records and a new law. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റൂറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, എ ക്വാറൽ ഇൻ ദ വില്ലേജ്. ഓക്കെ, നമുക്കൊരു കഥ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ഈ കഥ നോക്കിയേ, രണ്ട് കൃഷിക്കാരാണ് കണ്ടോ, അവരുടെ ഒരു കഥയാണ്. ഓക്കെ, എ ക്വാറൽ ഇൻ ദ വില്ലേജ്. മോഹൻ ഈസ് എ ഫാർമർ. ഹിസ് ഫാമിലി ഓൺസ് എ സ്മോൾ അഗ്രികൾച്ചർ ഫീൽഡ് which they have been farming for many years. Next to his field is Raghu's land, which is separated from his by a small boundary called a bund. അപ്പം എന്താണ് ഇവിടെ? മോഹൻ എന്ന് പറയുന്ന ഒരു ഫാർമറാണ്. അവന് ഒരു സ്മോൾ അഗ്രികൾച്ചർ ഫീൽഡ് ഉണ്ട്. അവനവിടെ അഗ്രികൾച്ചർ ഓൺ ചെയ്തു. അപ്പം അവൻ്റെ അടുത്താണ് രഘുവിൻ്റെ ഫീൽഡുള്ളത്, അല്ലേ? അപ്പം അവരുടെ ഫീൽഡ് തമ്മിൽ ഒരു ചെറിയൊരു ബണ്ട്, സ്മോൾ ബൗണ്ടറി കോൾഡ് എ ബണ്ട്, ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം വൺ മോർണിംഗ് മോഹൻ നോട്ടീസ്ഡ് ദാറ്റ് രഘു ഹാഡ് ഷിഫ്റ്റഡ് ദ ബണ്ട് ബൈ എ ഫ്യൂ ഫീറ്റ്. ബൈ ഡൂയിങ് സോ he had managed to take over some of Mohan's land and increased the size of his own field. Mohan was angry but also a little frightened. Raghu's family owned many fields, and besides, his uncle was also the sarpanch of the village. But even so, he plucked up courage and went to Raghu's house. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ എന്താണ്, രഘു ബണ്ട് മാറ്റിയതായി മോഹൻ ശ്രദ്ധിച്ചു. പക്ഷേ രഘു അത് നിരസിച്ചു. അപ്പം എന്താണ്, പക്ഷേ രഘു എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ അങ്കിള് സർപ്പഞ്ചാണ്, അല്ലേ? സർപ്പഞ്ച്, വില്ലേജിൽ സർപ്പഞ്ചാണ്. അത് കാരണം അവരുടെ വീട്ടിൽ ചെന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം നമ്മുടെ മോഹന് ഇല്ലായിരുന്നു. ഓക്കെ, a heated argument followed. Raghu refused to accept that he had moved the bund. He called one of his helpers and they began shouting at Mohan and beating him up. The neighbors heard the commotion and rushed to the spot where Mohan was being beaten up. They took him away. അപ്പോൾ ഈ തെറ്റ് രഘു നിരസിച്ചു. അങ്ങനെ രഘു പകരം മോഹനെ തല്ലുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. ഓക്കെ, ഹി വാസ് ബാഡ്ലി ഹേർട്ട് ഓൺ ഹിസ് ഹെഡ് ആൻഡ് ഹാൻഡ്. ഹി വാസ് ഗിവൺ ഫസ്റ്റ് എയ്ഡ് ബൈ വൺ ഓഫ് ഹിസ് നെയ്ബേഴ്സ്. അപ്പം തല്ലുകൊണ്ട് അയൽക്കാർ എന്ത് ചെയ്തു, മോഹനെ സഹായിച്ചു, പ്രാഥമിക ചികിത്സയൊക്കെ കൊടുത്തു. ഹിസ് ഫ്രണ്ട് ഹു ഓൾസോ റാൻ ദ വില്ലേജ് പോസ്റ്റ് ഓഫീസ് സജസ്റ്റഡ് ദാറ്റ് ദേ ഗോ ടു ദ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ആൻഡ് ഫയൽ എ റിപ്പോർട്ട്. അപ്പം മോഹൻ്റെ ഫ്രണ്ട് ഒരു പോസ്റ്റ് ഓഫീസിൽ ജോലിക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഫയൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതേഴ്സ് വെർ ഡൗട്ട്ഫുൾ if this was a good idea because they felt they would waste a lot of money and nothing would come out of it. അപ്പം ചിലരൊക്കെ സംബന്ധിച്ച് പക്ഷേ അങ്ങനെ ചെയ്താൽ ധാരാളം പണമൊക്കെ നഷ്ടപ്പെടല്ലാതെ കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല എന്ന് മനസ്സിലായി. Some people said that Raghu's family would have already contacted the
പോലീസ് സ്റ്റേഷൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ചില ആളുകൾ പറഞ്ഞത്, രഘുവിൻ്റെ ഫാമിലി. ആഫ്റ്റർ മച്ച് ഡിസ്കഷൻ ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് മോഹൻ വുഡ് ഗോ ടു ദ പോലീസ് സ്റ്റേഷൻ അലോങ് വിത്ത് സം ഓഫ് ദ നെയ്ബേഴ്സ് ഹു ഹാഡ് സീൻ ദ ഇൻസിഡൻറ്റ്. അപ്പം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. ഏരിയ ഓഫ് ദ പോലീസ് സ്റ്റേഷൻ. ഓൺ ദ വേ ടു ദ പോലീസ് സ്റ്റേഷൻ one of the neighbors asked, why don't we spend some more money and go to the main police station in the town? കുറച്ച് പൈസ ചിലവായി നമുക്ക് മെയിൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന് ഒരു നെയ്ബർ പറഞ്ഞു. ഇറ്റ് വാസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് മണി. ഇവിടെ മണിയുടെ പ്രശ്നമല്ല. വി ക്യാൻ രജിസ്റ്റർ ദ കേസ് ഓൺലി ഇൻ ദിസ് പോലീസ് സ്റ്റേഷൻ ബിക്കോസ് അവർ വില്ലേജ് കംസ് ഇൻ ഇറ്റ്സ് ഏരിയ ഓഫ് വർക്ക്, എക്സ്പ്ലെയിൻസ് മോഹൻ. ഇത് മണിയുടെ പ്രശ്നമല്ല, പക്ഷേ എന്താണ്, അപ്പം വില്ലേജിൽ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ മാത്രമേ ആ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. എവരി പോലീസ് സ്റ്റേഷൻ ഹാസ് ആൻ ഏരിയ ദാറ്റ് കംസ് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ. All persons in that area can report cases or inform the police about any theft, accident, injury, fight, etc. It is the responsibility of the police of that station to inquire, investigate and take actions on the cases within its area. അപ്പം ഓരോ പോലീസ് സ്റ്റേഷനും, അതായത് അതിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമുണ്ട്. അപ്പോൾ വില്ലേജിൽ ഓരോ പോലീസ് സ്റ്റേഷനും ഉണ്ട്. അപ്പം എന്താണ്, അവിടെ അപകടമോ മോഷണമോ പോരാട്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ എല്ലാ വ്യക്തികൾക്കും കേസ് റിപ്പോർട്ട് ചെയ്യാനോ പോലീസിനെ അറിയിക്കാനോ കഴിയും. അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ നിയമങ്ങൾ നടപ്പിലാക്കും. ആ പ്രദേശത്തെ പോലീസ് അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ പോലീസ് ആ പ്രദേശത്തെ ക്രമസമാധാനം നിലനിർത്തും. ഓക്കെ. The work at the police station. When they reached the police station, Mohan went to the person in charge, station house officer or SHO. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മോഹൻ ആരെയാണ് കാണാൻ ചെന്നത്? സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് SHO. SHO എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അദ്ദേഹത്തെ കണ്ട് പരാതി ബോധ്യപ്പെടുത്തി. And told him what had happened. He also said that he wanted to give the complaint in writing. The SHO rudely brushed him aside, saying that he couldn't be bothered to waste his time writing down minor complaints and then investigating them. Mohan showed him his injuries, but the SHO did not believe him. അപ്പോൾ മോഹന് പരാതി പറഞ്ഞെങ്കിലും SHO അത് ആദ്യം വിസമ്മതിച്ചു, അല്ലേ? ഈ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അദ്ദേഹം വിസമ്മതിച്ചു. മോഹൻ വാസ് പസിൽഡ് ആൻഡ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. ഹി വാസ് നോട്ട് ഷുവർ why this complaint was not being recorded. He went and called his neighbors into the office. They argued strongly that Mohan had been beaten up in front of them and had they not rescued him. അപ്പം എന്താണ്, കേസ് രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കാതെ വന്നപ്പോഴത്തേന് നെയ്ബറേയും കൂട്ടി മോഹൻ പിന്നെയും ചോദിച്ചു. എന്നാലും അദ്ദേഹം സമ്മതിക്കുകയല്ല ചെയ്തത്. ബട്ട് ഹാവ് ബീൻ ഇഞ്ചേർഡ് വെരി സീരിയസ്. അപ്പം ഇവൻ്റെ തല്ല് കിട്ടിയപ്പോൾ അവൻ്റെ തലയൊക്കെ പൊട്ടി, അതെല്ലാം വലിയ സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു. Finally, the officer argued. He asked Mohan to write down his complaint and also told the people that he would send a constable the next to investigate the incident. അപ്പം ലാസ്റ്റ് സമ്മതിക്കുകയാണ്. അദ്ദേഹം കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് സമ്മതിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കോൺസ്റ്റബിളിനെ അയക്കാമെന്നും വാഗ്ദാനം ചെയ്തു. ഓക്കെ. മെയിൻ്റെനൻസ് ഓഫ് ലാൻഡ് records. Okay, measuring land and keeping land records is the main work of പട്വാരി. ഇനിയും പട്വാരി ആരാ? പട്വാരി. ഓക്കെ. അപ്പം നികുതി നേടുന്നതിനുള്ള ചുമതലയുള്ള റവന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയാണ് നമ്മൾ തഹസീൽദാർ എന്ന് പറഞ്ഞത്. ഒരു തഹസീൽദാറിനെ പട്വാരി എന്ന് വിളിക്കുന്നു. പട്വാരിയുടെ ചുമതല എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. മെഷറിംഗ് ലാൻഡ് ആൻഡ് കീപ്പിംഗ് ലാൻഡ് റെക്കോർഡ്സ് ഈസ് ദ മെയിൻ വർക്ക് ഓഫ് ദി പട്വാരി. അപ്പം പട്വാരിയുടെ
ചുമതല. അപ്പം ഭൂസർവേ, ഭൂമി അളക്കുക, അതുപോലെ ഫീൽഡിൻ്റെ മേൽനോട്ടമൊക്കെ വഹിക്കുക, കുറ്റകൃത്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ പെടുന്നു. സം വില്ലേജസ് സച്ച് ഓഫീസേഴ്സ് ആർ കോൾഡ് ലെഖ്പാൽ ഇൻ ദ കനുങ്കോ. ഇപ്പം പട്വാരിയെ ചിലയിടത്ത് എന്താണ് ലെഖ്പാൽ എന്നും കനുങ്കോ എന്നും വിളിക്കാറുണ്ട്. കരംചാരി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നൊക്കെ വിളിക്കാറുണ്ട്. We will refer to this officer as Patwari. Each Patwari is responsible for a group of villages. The Patwari maintains the updates the records of the village. അപ്പോൾ പട്വാരിയുടെ എന്താണ് പരിപാടി? ഇപ്പം നമ്മൾ വില്ലേജ് ഓഫീസർ എന്ന് പറയും. വില്ലേജ് ഓഫീസർ എന്താണ്? ഭൂമി അളക്കുക, ഭൂമിയുടെ രേഖകളൊക്കെ സൂക്ഷിക്കുക, പിന്നെ ഈ റെക്കോർഡുകളെല്ലാം അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് ഈ പട്വാരിയുടെ ചുമതല. ഓക്കെ, ദെൻ ദ പട്വാരി യൂഷ്വലി ഹാസ് വേസ് ഓഫ് മെഷറിങ് അഗ്രികൾച്ചർ ഫീൽഡ്. അപ്പം അഗ്രികൾച്ചർ ഫീൽഡ് അളക്കുക, ഇതൊക്കെയാണ് പട്വാരിയുടെ ചുമതല. ഇൻ സം പ്ലേസസ് എ ലോങ് ചെയിൻ ഈസ് കോൾഡ്. ഇൻ ദി അബോവ് ഇൻസ്റ്റൻസ് ദ പട്വാരി വുഡ് ഹാവ് മെഷേർഡ് both Mohan's and Raghu's field and compared them with the measurement on the map. They did not match them. It would be clear that the boundary of the fields has been changed. ഇപ്പോൾ പട്വാരി നമ്മുടെ മോഹൻ്റെ രഘുവിൻ്റെയൊക്കെ സ്ഥലത്തെ തർക്കങ്ങളൊക്കെ അവിടെ പരാതി വന്നപ്പം അത് അളക്കുകയും അതിൻ്റെ തർക്കങ്ങൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പം പട്വാരിയുടെ ചുമതല വരെയാണ് നമ്മളിന്ന് പഠിച്ചത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.